ഹായ്, വെൽക്കം ടു എജുബിൾസ് ലേണിംഗ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കേട്ടറ്റ് എക്സാം വരികയാണ്. നമ്മൾ അവസാന സമയത്താണ് നമ്മൾ പഠനം കുറച്ചുകൂടി ഊർജിതമായി ചെയ്യാറുള്ളത്. മാത്രമല്ല, എക്സാമിൽ നമുക്ക് ഒരു പ്രയാസമായിട്ട് തോന്നുന്ന ഭാഗം അത് സൈക്കോളജിയാണ്. ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി സബ്ജക്റ്റിൽ നമ്മൾ പുലികളാണെങ്കിലും സൈക്കോളജി ചിലപ്പോൾ നമ്മൾ ഒരുപാട് കാലം നോക്കാത്തതായിരിക്കും. ചിലപ്പോൾ നോക്കിയാൽ തന്നെ നമ്മൾ കണ്ടൻ്റൊക്കെ വായിച്ചിട്ടുണ്ടാവും, പക്ഷേ എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ചിലപ്പോൾ MCQയിൽ ഇപ്പോൾ 4 ഓപ്ഷൻസ് തന്നാൽ അതിൽ ഏറ്റവും ബെസ്റ്റ് ആൻസർ ഏതാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് നമ്മൾ എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മാക്സിമം PYQ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എത്രത്തോളം PYQ ചെയ്യുന്നോ അത്രത്തോളം എക്സാമിൽ മാർക്ക് വാങ്ങാം. ഒരു 30 ക്വസ്റ്റ്യൻസ് സൈക്കോളജിയുടെ ഭാഗത്തുനിന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൽ പരമാവധി ഒരു 25-ന് മുകളിൽ മാർക്ക് ലഭിച്ചാൽ തീർച്ചയായും നമുക്ക് കേട്ടറ്റ് എക്സാമിന് നല്ലൊരു റിസൾട്ടോടെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ പാസ്സാവാം. ഇപ്പോൾ ഒരുപാട് ടീച്ചേഴ്സ് ഒരുപാട് വർഷം എഴുതിയിട്ടും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കേട്ടറ്റ് എക്സാം വിജയിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്കൊരു പരിഹാരം നമ്മൾ ഏറ്റവും കൂടുതൽ PYQ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, PYQസിൻ്റെ ഒരു സെഷൻസ് ആണ്. തീർച്ചയായും നിങ്ങളത് എൻ്റെ കൂടെ തന്നെ ചെയ്ത് നോക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ചോദ്യം. ഹായ്, ഇന്ന് നമ്മൾ സൈക്കോളജിയുടെ 20 ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ചെയ്ത 2017 ഓഗസ്റ്റിലെ ചോദ്യങ്ങളുടെ ബാക്കി ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം നോക്കൂ. താഴെ പറയുന്നവയിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധമില്ലാത്തത്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ദ എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. നമുക്കറിയാം, ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് അങ്ങനെയുള്ള കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെടാത്തത് ഏതാണ്? സീറോ റിജക്ഷൻ എന്നുള്ള കൺസെപ്റ്റ് അവരുമായി ബന്ധപ്പെട്ടതാണ്. തടസ്സങ്ങളില്ലാത്ത ചുറ്റുപാട്, അല്ലേ? അവർക്ക് എന്ത് ചെയ്യണം, ലീസ്റ്റ് റെസ്ട്രിക്റ്റഡ് എൻവയോൺമെൻ്റ് ആയിരിക്കണം നൽകേണ്ടത്. പൊതു പാഠ്യപദ്ധതി ഒരു കോമൺ കരിക്കുലമാണ് വേണ്ടത്, അതോ അഡാപ്റ്റഡ് കരിക്കുലമാണോ അവർക്ക് ഏറ്റവും അനുയോജ്യമായത്? തീർച്ചയായും നമുക്കറിയാം, അവർക്ക് കൂടി പറ്റുന്ന രീതിയിലുള്ള അഡാപ്റ്റഡ് കരിക്കുലമായിരിക്കണം അവർക്ക് നൽകേണ്ടത്. അതുകൊണ്ട് ആൻസർ ഏതായിരിക്കും? പൊതു പാഠ്യപദ്ധതി അല്ലെങ്കിൽ കോമൺ കരിക്കുലം എന്ന കൺസെപ്റ്റ് അവരുമായി ബന്ധമില്ലാത്തതാണ്. ഇവരുമായി ബന്ധപ്പെട്ട മറ്റൊരു വാക്കാണ് മെൻ്റലി റിട്ടാർഡഡ് ചിൽഡ്രൻ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെൻ്റലി റിട്ടാർഡഡ് ചിൽഡ്രൻ അതൊരു പ്രധാനപ്പെട്ടത് തന്നെയാണ്. ചിലപ്പോൾ ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികളുണ്ടാവും എന്ന് പറഞ്ഞാൽ അവരുടെ പഠനം വളരെ മന്ദഗതിയിലായിരിക്കും, അതായത് സ്ലോ പേസിലായിരിക്കും പഠനം നടക്കുന്നത്. അവിടെ IQ നമുക്കറിയാം, അവിടെ IQ എത്രയായിരുന്നു? IQ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, 70-നും 85-നും ഇടയിലാണ് ആരുടേത്? ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾ നമ്മൾ പറയാറില്ലേ, ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾ എന്ന് പറയാറുണ്ട്. അതേ സമയത്ത് അവരെക്കാൾ താഴ്ന്ന ആളുകളാണ് IQ അതിനേക്കാൾ താഴ്ന്നവരാണ്, അതായത് 70-ൽ താഴെ IQ ഉള്ളവരാണ് ആര്? മെൻ്റലി റിട്ടാർഡഡ് ചിൽഡ്രൻ, അതല്ലെങ്കിൽ മാനസിക മാന്ദ്യമുള്ള കുട്ടികൾ എന്ന് പറയാം. അപ്പോൾ ഇതുപോലെ മറ്റൊരു വിഭാഗമാണ് ശാരീരിക വൈകല്യമുള്ള കുട്ടികൾ. നമുക്കറിയാം, ഹാൻഡിക്യാപ്ഡ് എന്നൊക്കെ അല്ലേ, ഡിസേബിൾ, ഡിഫറൻ്റ്ലി ഏബിൾ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ശാരീരിക വൈകല്യമുള്ള കുട്ടികൾ, അപ്പോൾ ഇവർക്ക് നമ്മൾ എന്ത് ചെയ്തു കൊടുക്കണം? പ്രത്യേക സ്കൂളുകൾ, അതായത് സ്പെഷ്യൽ സ്കൂളുകൾ, ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ഈ 3 രീതിയിലുമുള്ള സംവിധാനങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഇതിൻ്റെ കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അടുത്ത ചോദ്യം നോക്കൂ. വിദ്യാഭ്യാസപരമായി പഠന വൈകല്യമുള്ള കുട്ടികൾ താഴെ പറയുന്നവയിൽ ഏത് വിഭാഗവുമായി സാമ്യരാണ്? എഡ്യൂക്കേഷനലി ലേണിംഗ് ഡിസേബിൾഡ് ലുക്സ് സിമിലർ ടു. അപ്പോൾ എഡ്യൂക്കേഷനലി ലേണിംഗ് ഡിസേബിൾഡ് ആണ്. അപ്പോൾ ഇവിടെ നോക്കൂ, അതിന് പറ്റിയവർ പ്രതിഭാധനരായ കുട്ടികൾ, ഗിഫ്റ്റഡ് ചിൽഡ്രൻ ആണോ? അല്ല, ഒരിക്കലും ലേണിംഗ് ഡിസേബിൾ അല്ല. ബാക്ക്വേർഡ് ചിൽഡ്രൻ അതിൽ പെടുമോ? മെൻ്റലി റിട്ടാർഡഡ് ചിൽഡ്രൻ, അതുപോലെ ബിഹേവിയർ ഡിസോർഡേഡ്, അതായത് പെരുമാറ്റ വൈകല്യമുള്ളവർ. അപ്പം നിങ്ങൾ നോക്കി, ഇതിൽ എഡ്യൂക്കേഷനലി ഡിസേബിൾ എന്ന് പറഞ്ഞാൽ പഠനത്തിൽ പ്രയാസം. നമ്മൾ നേരത്തെ പറഞ്ഞു, പഠനത്തിൽ പ്രയാസമുള്ള കുട്ടികളാണ് ആര്? പിന്നോക്കക്കാരായ കുട്ടികൾ. ഓക്കെ, പിന്നോക്കക്കാരായ കുട്ടികളെ നമുക്ക് അതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇതിൽ മെൻ്റലി റിട്ടാർഡ് എന്ന് പറയുമ്പോൾ IQ 70-നേക്കാൾ താഴെയുള്ള കുട്ടികളാണ്. അവർ മാനസികമായി തന്നെ അവർക്ക് മാന്ദ്യമുണ്ട്, പഠനത്തിൽ മാത്രമല്ല. അതുപോലെ ബിഹേവിയർ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ അതൊരു മറ്റൊരു വിഭാഗം തന്നെയാണ്, അല്ലേ? അപ്പോൾ തീർച്ചയായും ഉത്തരം ഓപ്ഷൻ B ആണ്.
അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കുട്ടികളുടെ വൈകാരിക വികസനവുമായി ബന്ധപ്പെട്ടത് ഏതാണ്? അതായത് എമോഷണൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടത് ഏതാണെന്നാ ചോദ്യം. അപ്പോൾ നിങ്ങൾക്കറിയാം അല്ലേ, എമോഷണൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട ഏതാണ്? സ്നെല്ലൻസ് ചാർട്ട്, ബ്രിഡ്ജസ് ചാർട്ട്, ഫ്ലോ ചാർട്ട്, റോബസ് പിക്ചർ. ഏതായിരിക്കും? സ്നെല്ലൻ ചാർട്ട് എന്തുമായി ബന്ധപ്പെട്ടതാണ്? നമുക്കറിയാം, കണ്ണ് അല്ലേ, കാഴ്ചശക്തി അളക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ടാണ് സ്നെല്ലൻസ് ചാർട്ട്. അതേ സമയത്ത് വൈകാരികമായ കാര്യങ്ങൾ അല്ലെ വൈകാരിക ഡെവലപ്മെന്റ് അളക്കാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്? ബ്രിഡ്ജസ് ചാർട്ട്. ക്ലിയർ? ബ്രിഡ്ജസ് ചാർട്ട് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചാർട്ട് നമുക്കൊന്ന് നോക്കാം. ഏജും അവരുടെ ആ സമയത്ത് അവർ പ്രകടിപ്പിക്കുന്ന ഇമോഷൻസുമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ജനനഘട്ടത്തിൽ എക്സൈറ്റ്മെന്റ്, കുട്ടികളിൽ ഉണ്ടാവുന്ന വികാസം, അതായത് ബ്രിഡ്ജസിന്റെ കൺസെപ്റ്റിൽ അവർക്ക് എക്സൈറ്റ്മെന്റ്, സന്ത്രാസം എന്ന് പറയും. അതുപോലെ 3 മന്ത് ആവുന്ന സമയത്ത് ഡിലൈറ്റ്, 6 മന്ത് ആകുമ്പോൾ ഫിയർ, ആങ്കർ, ഡിസ്ഗസ്റ്റ്, ആങ്സൈറ്റി എന്നിവ കുട്ടികളിൽ എന്ത് ചെയ്യുന്നു? വെളിവാകുന്നു. 12 മന്ത് ആകുന്ന സമയത്താണ് ലവ്, എലേഷൻ ഒക്കെ അവരിൽ ഉണ്ടാകുന്നത്. 18 മന്ത്സ് ആവുന്ന സമയത്ത് ജലസി ഉണ്ടാവും. അതുപോലെ തന്നെ മുതിർന്നവരോടുള്ള സ്നേഹം, അതുപോലെ കുട്ടികളോടുള്ള വാത്സല്യം, അതെല്ലാം ഉണ്ടാവുന്ന മന്താണ് 18 മന്ത്. ഈ സമയത്ത് അവരുടെ വൈകാരികമായ വികാസം ഉണ്ടാവുന്നത് എന്നുള്ള വൈകാരിക വികാസം ഉണ്ടാവുന്നത്. ഇതാണ് ബ്രിഡ്ജസ് ചാർട്ട്. അടുത്ത ചോദ്യം നോക്കൂ. പ്രൈമറി തലത്തിൽ നിരന്തര മൂല്യനിർണ്ണയത്തിന്റെ പ്രധാന ഉദ്ദേശം അല്ലേ? കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ, CCA നമ്മൾ പറയില്ലേ, CCA. അപ്പൊ ഇതിന്റെ പ്രാധാന്യം എന്ത്? കുട്ടിയുടെ പഠന പുരോഗതി ഉറപ്പാക്കുക, രക്ഷിതാക്കളെ അറിയിക്കുക, അധ്യാപകന്റെ ബോധന നിലവാരം ഉറപ്പുവരുത്തുക, കുട്ടികളുടെ പഠന പുരോഗതി മേലാധികാരിയെ അറിയിക്കുക. അപ്പോൾ പ്രധാന ലക്ഷ്യം എന്താ? രക്ഷിതാക്കളെ അറിയിക്കലാണോ? അല്ലെങ്കിൽ കുട്ടിയുടെ പഠനം മറ്റുള്ളവരെ അറിയിക്കലാണോ? അതല്ലെങ്കിൽ അധ്യാപകൻ എങ്ങനെ പഠിപ്പിക്കുന്നു എന്ന നിലവാരം, അധ്യാപകന്റെ പഠന നിലവാരം ഉയർത്തലാണോ? ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണെന്നുള്ളൂ. പ്രധാന ലക്ഷ്യം എന്താണ്? കുട്ടിയുടെ പഠന പുരോഗതി ഉറപ്പാക്കുക. എന്നിട്ട് വേണം കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ അല്ലേ? അപ്പൊ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം? ഇവാലുവേഷൻ നടത്തണം. എന്നിട്ട് ആവശ്യമായ കാര്യങ്ങൾ ആ കുട്ടിക്ക് നൽകണം. അടുത്ത ചോദ്യം, സ്ത്രീ സ്വഭാവ സവിശേഷതകളുടെ സ്ഥായി രൂപങ്ങളിൽ പെടാത്തത്. ഇവിടെ സ്ഥായി രൂപം എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ പ്രയാസം ഉണ്ടാവും, എങ്കിലും സ്റ്റീരിയോ ടൈപ്പ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, സ്ത്രീ എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലൊരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ട്, അവരുടെ സ്വഭാവം. അപ്പം അതിൽ പെടാത്തത് എന്താണ്? അക്രമ സ്വഭാവമുള്ളത്, വൈകാരികതയുള്ളത്, വിധേയത്വമുള്ളത്, ക്ഷമയുള്ളത്. അപ്പോൾ നമ്മൾ സ്ത്രീ അല്ലെങ്കിൽ സ്ത്രൈണത എന്നൊക്കെ പറയുന്നത് അവർ കുറച്ചും കൂടി ഇമോഷണലാവും. അതല്ലെങ്കിൽ അവർ വിധേയത്വം, സബ്മിസീവാണ് പുരുഷന്മാരോ അല്ലെങ്കിൽ ഭർത്താവ് പറയുന്നത്, അതൊക്കെ കേൾക്കാൻ വിധിക്കപ്പെട്ടവരാണ്. അതല്ലെങ്കിൽ ടോളറൻ്റ് ആണ്, കുറച്ചും കൂടി ക്ഷമയുള്ളവരാണ് എന്നുള്ള കൺസെപ്റ്റാണ് സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയാം. അതേസമയത്ത് അഗ്രസീവാന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടോ? സ്ത്രീകളെല്ലാവരും ഭയങ്കര അഗ്രസീവാണ്. ഇല്ല, സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ സമൂഹം അവർക്ക് കൊടുക്കുന്നൊരു പൊതുവായ ഒരു കാഴ്ചപ്പാട് എന്നൊക്കെ പറയാം, സ്ത്രീകളെ കുറിച്ചുള്ള നമ്മളൊരു കാഴ്ചപ്പാട്. അപ്പോൾ തീർച്ചയായും അഗ്രസീവ് എന്നുള്ള കൺസെപ്റ്റ് അല്ലെങ്കിൽ എന്ന സ്റ്റീരിയോ ടൈപ്പ് ഇല്ല. തീർച്ചയായും ഉത്തരം ഏതാണ്? അക്രമ സ്വഭാവമുള്ളത്. അടുത്ത ചോദ്യം, 1993 യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് അറിയപ്പെടുന്നത്. ഇപ്പോൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കമ്മീഷൻസ് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റി ആയിരുന്നു 1993 വന്ന യശ്പാൽ കമ്മിറ്റി. അപ്പോൾ അതിനൊരു പേരുണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. ICT വിദ്യാഭ്യാസത്തിലാണോ അല്ലെ പഠനം ഉള്ളിലെ നിധി, ലേണിംഗ് ദ ട്രഷർ വിത്തിൻ, ഭാരമില്ലാതുള്ള പഠനം എന്ന ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ. മലയാളം കുറച്ച് പ്രയാസമായിരിക്കും. പരിമിതികളില്ലാത്ത പഠനം, ലേണിംഗ് ബിയോണ്ട് ലിമിറ്റേഷൻ. ഉത്തരം ഏതാണ്? ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ. അദ്ദേഹത്തിൻ്റെ ആ കമ്മീഷൻ്റെ റിപ്പോർട്ടിന് അറിയപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ. കാരണം അദ്ദേഹം കുട്ടികളുടെ ബേർഡൻ കുറയ്ക്കാൻ വേണ്ടി ഒരുപാട് നിർദ്ദേശങ്ങൾ അതിൽ വെച്ചിരുന്നു. അതുകൊണ്ടാണ് ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്ന് പറഞ്ഞത്. നമുക്ക് ഇന്ത്യയിലുണ്ടായിരുന്ന എഡ്യൂക്കേഷൻ കമ്മീഷൻസിൽ പ്രധാനപ്പെട്ട ഒന്ന് നോക്കാം. ആദ്യം വന്നത് 1948 രാധാകൃഷ്ണൻ കമ്മീഷൻ, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നു. മുതലിയാർ കമ്മീഷൻ, അതറിയപ്പെടുന്നത് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നാണ്. 1952 വന്നത്.
പിന്നീട് കോത്താരി കമ്മീഷൻ 1964. ഈ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരമാണ് 1986 ഇന്ത്യയിലൊരു വിദ്യാഭ്യാസ നയം വന്നത്. വിദ്യാഭ്യാസ നയം, ഒരു എഡ്യൂക്കേഷണൽ പോളിസി വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിൽ നടപ്പാക്കിയത്. പിന്നീടാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി NEP വരുന്നത്. NEP വരുന്നത് എപ്പോഴാണ്? 2020. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ക്ലാസ് മുറികളിലാണ്. ആര് പറഞ്ഞതായിരുന്നു? DS കോത്താരി. കോത്താരി കമ്മീഷന്റെ ചെയർമാനായിരുന്ന DS കോത്താരിയുടെ പ്രസിദ്ധമായ വചനങ്ങളാണ് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ക്ലാസ് മുറികളിലാണ്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചിലപ്പോൾ ചോദ്യമൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് NEP അല്ലേ, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020. നോക്കൂ, സ്കൂൾ മുതൽ കോളേജ് തലം വരെ ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിരവധി മാറ്റങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രഖ്യാപിക്കപ്പെട്ടത് 2020 ജൂലൈ 29 അപ്പോൾ നമ്മൾ കഴിഞ്ഞ കമ്മീഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അത് ഒന്നെങ്കിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ, അതല്ലെങ്കിൽ മറ്റുള്ള അങ്ങനെയായിരുന്നു. അപ്പോൾ ഇതൊരു NEPയിൽ എന്തുണ്ട്? സ്കൂൾ മുതൽ കോളേജ് തലം വരെയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം തയ്യാറാക്കുന്നതിനായി 2017 ജൂണിലാണ് K കസ്തൂരിരംഗൻ അധ്യക്ഷനായ സമിതിക്ക് മാനവ വിഭവശേഷി മന്ത്രാലയം, ഇപ്പോൾ എഡ്യൂക്കേഷൻ മിനിസ്ട്രി തന്നെയാണ് അറിയപ്പെടുന്നത് കേട്ടോ. അതായത് ഇപ്പോൾ ആദ്യം ഹ്യൂമൻ റിസോഴ്സ് മിനിസ്ട്രി എന്നായിരുന്നു അറിയപ്പെട്ടത്. പിന്നീട് എന്താക്കി മാറ്റി? എഡ്യൂക്കേഷൻ മിനിസ്ട്രി എന്ന് തന്നെ തിരിച്ച് പേര് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവർ രൂപം നൽകിയത്. പിന്നെ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 3 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കായി 5+3+3+4 എന്ന പുതിയ ബോധന അധ്യായ ഘടനയാണ് 2020 നയത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടത്. പ്രീ പ്രൈമറി തലം മുതൽ 12 വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും സാർവത്രിക പ്രവേശനം ഈ നയത്തിൽ ഉൾപ്പെടുത്തപ്പെട്ടു. അപ്പോൾ ഇതാണ് ആദ്യം നമ്മൾ പറയാറുള്ളത് 10+3+2 അല്ലേ, 10+2+3 അതായിരുന്നു അല്ലേ, 10 വരെ, പിന്നെ +2, പിന്നെ ഡിഗ്രി. ഈ ഒരു സിസ്റ്റമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അത് മാറി പ്രീ പ്രൈമറി, ശ്രദ്ധിക്കണം, പ്രീ പ്രൈമറി അതുമുതൽ എന്തുണ്ട്? നമ്മുടെ പുതിയ വിദ്യാഭ്യാസ ഘടനയിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അടുത്ത ചോദ്യം, അബ്രഹാം മാസ്ലോവിൻ്റെ അഭിപ്രായത്തിൽ താഴെ പറയുന്ന ആവശ്യങ്ങളിൽ ഏറ്റവും പ്രാഥമികമായ ആവശ്യമേത്? മാസ്ലോവിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ എല്ലാ എക്സാമിനും കാണാറുണ്ട്. നിങ്ങൾ ഇവിടെ ഓപ്ഷൻ നോക്കൂ: സുരക്ഷിതത്വം, സൗഹൃദ ബന്ധം, ആത്മസാക്ഷാത്കാരം, കൂട്ടത്തിൽ ഉൾപ്പെടൽ. ഇംഗ്ലീഷും കൂടി നോക്കൂ: സെക്യൂരിറ്റി, ഫ്രണ്ട്ഷിപ്പ്, സെൽഫ് ആക്ച്വലൈസേഷൻ ആൻഡ് ബിലോങ്ങിങ്നെസ്. തീർച്ചയായിട്ടും മാസ്ലോയുടെ ഹൈറാർക്കി നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഇങ്ങനെയുള്ളൊരു ഹൈറാർക്കി, അത് ഏറ്റവും താഴെയുള്ളത് അല്ലേ, ഏറ്റവും പ്രാഥമികമായത് ഏതാണെന്നാണ് ചോദിച്ചത്. പ്രാഥമികമായിട്ട് വരുന്ന എന്താണ്? ഫിസിക്കൽ അല്ലേ, ഫിസിക്കലായിട്ട് വരുന്ന ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ഫുഡ്, വാട്ടർ, അതുപോലെ വിശ്രമം, റെസ്റ്റ്, ഇതൊക്കെ ഫിസിക്കൽ വരും. അടുത്ത ഘട്ടത്തിലാണ് എന്ത് വരുന്നത്? സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സേഫ്റ്റി, സെക്യൂരിറ്റി ഒക്കെ അതിൽ പെടും. മൂന്നാമത് വരുന്നത് എന്ന് പറഞ്ഞാൽ അടുത്ത ലെവലാണ് എന്ത് വരുന്നത്? ബിലോങ്ങിങ്നെസ്, അതായത് കൂട്ടത്തിൽ ഉൾപ്പെടെ ബിലോങ്ങിങ്നെസ് വരുന്നത്. പിന്നെ അതിൻ്റെ തൊട്ടു മുകളിൽ വരുന്നതാണ് എന്ത്? എസ്റ്റീമായിട്ടുള്ള സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന നീഡ്സുകൾ. എസ്റ്റീം നീഡുകൾ എന്തൊക്കെ? നമുക്ക് അഭിമാനം, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെയാണ്. ഏറ്റവും ടോപ്പിൽ വരാണ് സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലേ, നമ്മളെ സെൽഫ് ആക്ച്വലൈസേഷൻ. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇതിൽ താഴെ പറയുന്നവയിൽ ഏറ്റവും പ്രാഥമികമായ ആവശ്യകത തീർച്ചയായും ഉത്തരം ഏതായിരിക്കും? സൗഹൃദ ബന്ധമാണോ? സുരക്ഷിതത്വം. ഏതാണ്? സേഫ്റ്റി. ഇവിടെ രണ്ടാമതാണ് വരുന്നതെങ്കിലും അതിനെ താഴെ നിങ്ങൾ ശ്രദ്ധിക്കുക, അതിന് താഴെ മറ്റൊന്നുണ്ട്, ഫിസിക്കൽ ഉണ്ട് കേട്ടോ, അതുകൂടി ശ്രദ്ധിക്കാം. അടുത്ത ചോദ്യം, തെറ്റുകളുടെ വിശകലനം എന്ന പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കും എറർ അനാലിസിസ് അല്ലേ, നമ്മുടെ ലേണിംഗ് പെഡഗോഗിയിൽ വരുന്നതാണ് എറർ അനാലിസിസ്. ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? തെറ്റുകൾ കണക്കാക്കുക, കുട്ടികൾ തെറ്റുകൾ വരുത്തുന്നത് കൃത്യമായി കണ്ടെത്തുക, അധ്യാപകന്റെ പ്രശ്നങ്ങൾ കണ്ടെത്തുക, സിലബസ് വിശകലനം ചെയ്യുക. എന്താണ് ഉത്തരം? കുട്ടികൾ തെറ്റുകൾ വരുത്തുന്നത് കൃത്യമായി കണ്ടെത്തുക.
ഇതാണ് എറർ അനാലിസിസ് എന്ന് പറഞ്ഞാൽ. അടുത്ത ചോദ്യം, ഓരോ സംസ്കാരവും ആ സമൂഹത്തിലെ പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന പെരുമാറ്റ രീതി എന്ന് പറഞ്ഞാൽ മെയിലോ ഫീമെയിലിലെ ജെൻഡറിൽ നിന്ന് ഓരോ ജെൻഡറും എന്ത് ചെയ്യണമെന്ന് ആളുകൾ പ്രതീക്ഷിക്കുന്നതിന് എന്ത് പേരാ പറയുക? ജെൻഡർ റോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ ഒന്ന് വന്നു. ജെൻഡർ റോൾ, ജെൻഡർ ടൈപ്പിംഗ്, ജെൻഡർ ഐഡന്റിറ്റി, ജെൻഡർ ബയാസ്. ഏതായിരുന്നു? ജെൻഡർ റോൾ അല്ലേ? ജെൻഡർ റോളാണ് അല്ലേ? സ്ത്രീ എന്ത് ചെയ്യണം, പുരുഷൻ എന്ത് ചെയ്യണം, അവരുടെ റോൾ എന്താണ് എന്നൊക്കെ സമൂഹത്തിനൊരു പ്രത്യേക പ്രതീക്ഷ അല്ലെ കാഴ്ചപ്പാടുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതാണ് ജെൻഡർ റോൾ. അടുത്തത്, പ്രൈമറി ക്ലാസ്സുകളിൽ അനുവർത്തിക്കുന്ന വിലയിരുത്തൽ രീതി ഏതാണ്? അതായത് ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഏത് ഗ്രേഡിംഗ് ആണ്? ഡയറക്റ്റ് ഗ്രേഡിംഗ്, റിലേറ്റീവ് ഗ്രേഡിംഗ്, ഡയറക്റ്റ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ്, ഇൻഡയറക്റ്റ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ്. ഉത്തരം ഏതാണ്? ഡയറക്റ്റ് ഗ്രേഡിംഗ് ആണ് കേട്ടോ. നേരിട്ടുള്ള ഗ്രേഡിംഗ് ആണ് നടക്കുന്നത്. അടുത്ത ചോദ്യം, ഒരാൾ കൈവരിച്ചു കഴിഞ്ഞ ലക്ഷ്യവും ഇനിയും കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യവും തമ്മിലുള്ള അന്തരം. ഓപ്ഷൻ നോക്കൂ. ഇത് ആരുടെ കൺസെപ്റ്റ് ആണെന്നറിയോ? വൈഗോട്സ്കിയുടെ കൺസെപ്റ്റാണ്. ആറ്റിറ്റ്യൂഡ്, സമീപസ്ഥ വികാസ മണ്ഡലം ZPD, ലേണിംഗ് പേസ് പഠന വേഗത, അഭിലാഷ് ലെവൽ ഓഫ് ആസ്പിരേഷൻ. ഏതാണ് ഉത്തരം? തീർച്ചയായും ഉത്തരം ഏതാണ്? സമീപസ്ഥ വികാസ മണ്ഡലം. അതായത് വൈഗോട്സ്കിയുടെ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ എല്ലാവർക്കും അല്ലേ, നമ്മൾ സ്വയം പഠിച്ചാൽ നമുക്ക് എത്തുന്ന ഒരു ലെവൽ ഉണ്ടാവും. വൈഗോട്സ്കി പറഞ്ഞൊരു കൺസെപ്റ്റാണ് എന്ത്? നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ലെവൽ ഉണ്ടാവും. ഇതാണെന്ത്? നമുക്ക് മൈ ഓൺ, നമുക്ക് സ്വയം അല്ലേ, നമ്മൾ സ്വയം എത്തിപ്പെടുന്ന ഒരു ലെവലാണെന്ത്? ഇത്രയും ലെവൽ. പിന്നീട് എന്ത് ചെയ്യണം? മറ്റുള്ളവരുടെ സഹായത്തോടെ നമുക്ക് മറ്റൊരു ലെവലിലേക്ക് എത്തിച്ചേരാൻ പറ്റും ഇല്ലേ? എത്തിച്ചേരാൻ പറ്റൂലേ? അതാണെന്ത്? മറ്റുള്ളവരുടെ സഹായം. ഇവിടെയാണ് എന്ത്? ZPD എന്ന് പറയാം. ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. അപ്പോൾ പിന്നെയും അതിന് മുകളിലേക്കുള്ളൊരുന്നുണ്ട്, ബിയോണ്ട് മൈ റീച്ച്, നമുക്ക് എത്തിപ്പെടുന്നതിനപ്പുറം. ബിയോണ്ട് മൈ റീച്ച് അല്ലേ, നമുക്ക് എത്തിപ്പെടുന്നതിനപ്പുറമുള്ള അടുത്ത ലെവലാണ്. അപ്പോൾ ഈ ഒരു ലെവല് നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ലെവലും അതുപോലെ തന്നെ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ലെവലിൻ്റെ ഇടയിലുള്ളൊരു സ്ഥലമില്ലേ? ഈ ഒരു ഏരിയയിലാണ് നമുക്ക് ആരുടെ സഹായം വേണ്ടത് അല്ലേ? മറ്റൊരാളുടെ സഹായം വേണ്ട. അതിന് പറയുന്ന പേരാണ് എന്തായിരുന്നു? സ്കഫോൾഡിങ്സ്, കൈത്താങ് അല്ലേ? കൈത്താങ് എന്ന് ആര് പറഞ്ഞു? കൈത്താങ് എന്ന് വൈഗോട്സ്കി പറഞ്ഞ ഒരു ലെവൽ. ഇപ്പോൾ ഇവിടെയാണ് ZPD എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമുക്ക് സ്വയം എത്തിച്ചേരുന്നതും മറ്റുള്ള എത്തിച്ചേരാൻ പറ്റാത്തതുമായതിൻ്റെ ഇടയിൽ മറ്റുള്ളവരുടെ സഹായം കൊണ്ട് നമ്മൾ എത്തിച്ചേരുന്ന ലെവലിനാണ് ZPD എന്ന് പറയാം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഒരു ട്രെയ്റ്റ് ആയി കണക്കാക്കുന്നത്. ട്രെയ്റ്റ് തിയറി നമുക്കറിയാം. GW ആൽപോർട്ട് അല്ലേ? ആൽപോർട്ടിന്റെ ട്രെയ്റ്റ് തിയറി ഏതൊക്കെയായിരുന്നു? സെൻട്രൽ കാർഡിനൽ ട്രെയ്റ്റ്, സെൻട്രൽ ട്രെയ്റ്റ് ആൻഡ് സെക്കൻഡറി ട്രെയ്റ്റ്, ഇങ്ങനെയുള്ള 3 ട്രെയ്റ്റുകൾ പറഞ്ഞു. ഇതിൽ ട്രെയ്റ്റിൽ പെടാത്തത് ട്രെയ്റ്റിൽ പെടാത്തതെന്ന് പറഞ്ഞാൽ ഉത്തരം നിങ്ങൾ നോക്കുക. ചില ഓപ്ഷൻസ് നോക്കിയിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയ ആൻസർ കണ്ടെത്തണം. എന്നാലേ നമുക്ക് സൈക്കോളജിയുടെ ഒരു പ്രത്യേകത. കാരണം ചില ക്വസ്റ്റ്യൻസിന് നമ്മൾ നോക്കുമ്പോൾ എല്ലാം അതിൽ പെടും. എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? അതിൽ ഏറ്റവും അനുയോജ്യമായ ആൻസർ എന്ന് കണ്ടെത്തണം. നിങ്ങൾ നോക്കൂ, സംഗീതത്തിലുള്ള താല്പര്യം, സസ്യാഹാരത്തോടുള്ള പ്രിയം, ഒരു സംഘത്തെ നയിക്കാനുള്ള കഴിവ്, ഫാഷൻ വസ്ത്രങ്ങളോട് ഭ്രമം. ഇതിൽ നമുക്കൊരു ട്രെയ്റ്റ് ആയിട്ട് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഏതാണ്? ഒരു സംഘത്തെ നയിക്കാനുള്ള കഴിവ് അല്ലെ? ലീഡർഷിപ്പ് ക്വാളിറ്റി. നമുക്ക് പറഞ്ഞൂടെ? ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നുള്ളത് എന്താണ്? ഒരാളുടെ ട്രെയ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരാളുടെ ട്രെയ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. തീർച്ചയായും ഉത്തരം ഏതായിരിക്കും? ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, വൈകാരിക ബുദ്ധിയുടെ ഘടകമല്ലാത്തത്. അതായത് എമോഷണൽ ഇൻ്റലിജൻസിൻ്റെ പല ഘടകങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഘടകമല്ലാത്തത് സ്വന്തം വികാരങ്ങളെ മനസ്സിലാക്കുക, തീർച്ചയായും വേണം. മറ്റുള്ളവരുടെ വികാരങ്ങളെ ഉൾക്കൊള്ളുക, അതും വേണം, അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. മറ്റുള്ളവരുടെ വികാരങ്ങളെ നിയന്ത്രിക്കുക, അത് പറ്റുമോ? മറ്റുള്ളവരുടെ വികാരങ്ങൾ നമ്മൾ നിയന്ത്രിക്കാൻ പറ്റുമോ? നമുക്ക് അടുത്ത ഓപ്ഷനും കൂടി നോക്കൂ. ബന്ധങ്ങൾ നിലനിർത്തുക, ദൃഢപ്പെടുത്തുക അല്ലെ? മെയിൻറ്റെയിൻ ആൻഡ് സ്ട്രെങ്തൻ റിലേഷൻഷിപ്പ്, തീർച്ചയായിട്ടും
ഓപ്ഷൻ സി നമുക്ക് ഉൾപ്പെടുത്താം. മറ്റുള്ളവരുടെ വികാരങ്ങൾ നിയന്ത്രിക്കുക. ഇവിടെ നോക്കൂ, വൈകാരിക ബുദ്ധിക്ക് 4 തലങ്ങളുണ്ട്. അതിലുള്ള നേരത്തെ പറഞ്ഞത് തന്നെയാണ് വികാരങ്ങൾ തിരിച്ചറിയുക, ഐഡന്റിഫൈ ഇമോഷൻസ്. മറ്റുള്ളവരുടേതൊക്കെ അല്ലെങ്കിൽ നമ്മുടെ വികാരങ്ങൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. വികാരങ്ങൾ പ്രയോജനപ്പെടുത്തുക, അത് യൂസ് ഓഫ് ഇമോഷൻ. പിന്നെ വികാരങ്ങൾ മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡിങ് ഇമോഷൻ, ഐഡൻറ്റിഫൈയിങ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കൺട്രോൾ ഇമോഷൻ, വികാരങ്ങളെ നിയന്ത്രിക്കുക. ഈ 4 വൈകാരിക ബുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, 2 വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ഒരേ സമയത്ത് ശ്രദ്ധിക്കുന്ന അവസ്ഥ അല്ലെ, അറ്റൻഷൻ. വളരെ ഇമ്പോർട്ടൻ്റ്. അറ്റൻഷൻ, ശ്രദ്ധ എന്നുള്ളത് പഠനത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അതിൽ 2 വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ഒരേ സമയത്ത് ശ്രദ്ധിക്കുന്ന അവസ്ഥക്ക് പറയുന്ന പേരെന്ത്? സ്പാൻ ഓഫ് അറ്റൻഷൻ, ഡിവിഷൻ ഓഫ് അറ്റൻഷൻ, ഷിഫ്റ്റിംഗ് ഓഫ് അറ്റൻഷൻ, ഡിസ്ട്രാക്ഷൻ ഓഫ് അറ്റൻഷൻ. ഉത്തരം ഏതാണ്? ഡിവിഷൻ ഓഫ് അറ്റൻഷൻ. അപ്പോൾ ഇതിൽ നോക്കൂ, സ്പാൻ ഓഫ് അറ്റൻഷൻ, ഓപ്ഷൻ എ നോക്കൂ. അതായത് ഒരാൾക്ക് ശ്രദ്ധിച്ചിരിക്കാൻ, അതായത് മറ്റുള്ളവരിലേക്കൊന്നും ശ്രദ്ധ പോവാതെ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള എത്ര സമയം വരെ അങ്ങനെ കഴിയും, അതിനാണ് നമ്മൾ എന്ത് പറയുക? സ്പാൻ ഓഫ് അറ്റൻഷൻ. പുതിയ കാലത്ത് ഒരുപാട് പഠനങ്ങളിൽ വന്നത് എന്താണ്? കൊറോണയ്ക്ക് ശേഷം നമ്മൾ ഓൺലൈനായിട്ടുള്ള പഠനം ആരംഭിച്ച ശേഷം കുട്ടികളിൽ സ്പാൻ ഓഫ് അറ്റൻഷൻ കുറഞ്ഞു വരുന്നു. അത് വലിയൊരു പ്രോബ്ലമായിട്ട് ഇന്ന് ടീച്ചിങ് ആൻഡ് ലേണിങ്ങിൽ ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്. ടീച്ചേഴ്സൊക്കെ നേരിടുന്ന ഒരു പ്രശ്നമാണത്. ഡിസ്ട്രാക്ഷൻ ഓഫ് അറ്റൻഷൻ അല്ലേ, നമ്മളെ ശ്രദ്ധയിൽ നിന്ന് തെറ്റിക്കുന്ന കാര്യത്തിനാണ് എന്ത് പറയുക? ഡിസ്ട്രാക്ഷൻ ഓഫ് അറ്റൻഷൻ എന്ന് പറയാം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ വൈഗോട്സ്കിയൻ പഠന ആശയം അല്ലെ, വൈഗോട്സ്കിയെ കുറിച്ച് എത്ര ചോദ്യങ്ങളാണ് വന്നത്? നിങ്ങൾ നോക്കൂ, ഇതിൽ വൈഗോട്സ്കിയുമായി ബന്ധപ്പെടാത്തത് കൈത്താങ് നൽകൽ, നേരത്തെ പറഞ്ഞു സ്കഫോൾഡിംഗ്, ആശയദാന മാതൃക, കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ അല്ല, സഹവർത്തിത പഠനം, കൊളാബറേറ്റീവ് ലേണിംഗ്, സഹകരണാത്മക പഠനം. തീർച്ചയായും കൈത്താങ്, സഹവർത്തിത പഠനം, സഹകരണാത്മക പഠനം, ഇത് 3 ആരുമായി ബന്ധപ്പെട്ടതാണ്? വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൽ ആശയദാന മാതൃക അതല്ലെങ്കിൽ കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടതല്ല. പിന്നെ ആരുടേതാണ്? ജെറോമസ് ബ്രൂണർ. ആരാണ്? ജെറോമസ് ബ്രൂണറുടെ കൺസെപ്റ്റാണ് എന്ത്? കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ബുദ്ധി സിദ്ധാന്തകരല്ലാത്ത മനഃശാസ്ത്രജ്ഞർ. നമ്മൾ ബുദ്ധിയെ, ഇന്റലിജൻസിനെ കുറിച്ച് പലരും പല കൺസെപ്റ്റും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ ഇൻ്റലിജൻസിനെ കുറിച്ചിട്ട് ഓരോരുത്തരുടെ ഇൻ്റലിജൻസും പറഞ്ഞിരുന്നു. അതിൽ പെടാത്ത ആളാരാണ്? അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കുക. നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ തന്നെ ആരൊക്കെയാണ്, ഏതൊക്കെ ഇൻ്റലിജൻസ് തിയറിയാണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഈ ക്വസ്റ്റ്യൻ കിട്ടുകയെ. തീർച്ചയായും അങ്ങനെ നിങ്ങൾ പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മറ്റുള്ള എക്സാമിന് ചെയ്യാൻ പറ്റുക. ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ ആ രീതിയിൽ അനലൈസ് ചെയ്യാം. അപ്പോൾ ഇവിടെ തേഴ്സ്ഡൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. തേഴ്സ്ഡൻ്റെ തിയറി ആയിരുന്നത് ഗ്രൂപ്പ് ഫാക്ടർ തിയറി, സംഘഘടക സിദ്ധാന്തം. അതുപോലെ ഗാർഡനർ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഹവാർഡ് ഗാർഡനറാണ്. സ്പിയർമാൻ ടു ഫാക്ടർ തിയറിയുടെ ആളാണ് സ്പിയർമാൻ. അപ്പോൾ ഈ കൊഹ്ലറാണ് ഇതിലൊന്നും പെടാത്ത ആള്. കൊഹ്ലർ നമ്മളെവിടെ പഠിച്ചിരുന്നു? നമ്മൾ കേർട്ട് ലെവിനൊക്കെ പഠിച്ച് ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് പഠിച്ചില്ലായിരുന്നോ? ജസ്റ്റാൾട്ട്. അപ്പോൾ അവിടെ വരുന്നതാണ് കൊഹ്ലർ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ സർഗാത്മകതയുടെ പ്രത്യേകതയിൽ ഉൾപ്പെടാത്തത്. ക്രിയേറ്റിവിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ പെടാത്തത് വഴക്കം, ഫ്ലെക്സിബിലിറ്റി, ഒറിജിനാലിറ്റി, പ്രാക്ടിക്കബിലിറ്റി, റിപ്പീറ്റബിലിറ്റി. ഏതാണ് ഉത്തരം? റിപ്പീറ്റബിലിറ്റി. ആദ്യത്തെ മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഈ ചോദ്യം മാത്രമല്ല, ഈ സർഗാത്മകതയുടെ പ്രത്യേകത എന്ന് പറയുന്നതിൽ വഴക്കം, മൗലികത, പ്രായോഗികത, ഇത് 3 നിങ്ങൾ പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, ഒരു ഇൻക്ലൂസീവ് ക്ലാസ് മുറിയിൽ കാഴ്ച വൈകല്യമുള്ള കുട്ടിയുടെ വിജയം ഉറപ്പാക്കാൻ സഹായിക്കുന്നത്. ഇൻക്ലൂസീവ് നമുക്കറിയാം. ഇവിടെ കാഴ്ച വൈകല്യമുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ ആരാണ്? ഫിസിക്കലി പ്രോബ്ലം ഉള്ള കുട്ടിയാണ് അല്ലേ. അവരുടെ വിജയം ഉറപ്പാക്കാൻ നമുക്ക് ചെയ്യാവുന്നത് കരിക്കുലാർ നൈപുണികൾ, കരിക്കുലാർ സ്കില്ല്, കോ കരിക്കുലാർ സ്കില്ല്, എക്സ്ട്രാ കരിക്കുലാർ സ്കില്ല്, പ്ലസ് കരിക്കുലാർ സ്കില്ല്. എന്ത് കൊടുക്കണം? ഇപ്പോൾ കരിക്കുലാറും കോ കരിക്കുലാറും എക്സ്ട്രാ കരിക്കുലാറും ഒക്കെ സാധാരണ കുട്ടികൾക്ക് കൊടുക്കും. പക്ഷേ അതിനേക്കാൾ കൂടുതൽ പ്ലസ് കരിക്കുലാർ നൈപുണികൾ അത് ആർക്ക് കൊടുക്കണം? കാഴ്ച വൈകല്യമുള്ള കുട്ടിക്ക് കൊടുക്കണം. അവസാനത്തെ ചോദ്യം,
ഒരു അസുഖകരമായ ചോദകം നീക്കം ചെയ്ത് പ്രതികരണ സാധ്യത വർദ്ധിപ്പിക്കുന്ന പ്രക്രിയ? ഉത്തരം ഏതായിരിക്കും? പോസിറ്റീവ് പ്രബലനം, നെഗറ്റീവ് പ്രബലനം, അടിസ്ഥാന പ്രബലനം, ദ്വിതീയ പ്രബലനം. ഉത്തരം ഏതാണ്? ഉത്തരം നെഗറ്റീവ് പ്രബലനമാണ്. അതായത് അസുഖകരമായ ചോദകം നീക്കം ചെയ്ത് പ്രതികരണ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇപ്പം എന്താണ് പോസിറ്റീവ് പ്രബലനം എന്ന് പറഞ്ഞാൽ? മലയാളത്തിൽ അല്ലേ ധനപ്രബലനം എന്നൊക്കെ പറയാം. അതായത് അവിടെ ഒരു അഭിലഷണീയമായ പ്രതികരണം ഉണ്ടായാൽ ഉടൻ തന്നെ എന്ത് ചെയ്യും? നമുക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സംതൃപ്തിയുള്ള ഒരു അനുഭവം കൊടുക്കുക. അതിനാണ് പോസിറ്റീവ് എന്ന് പറയാം. അതായത് ഒരു അഭിലഷണീയമായ പ്രതികരണം ഉണ്ടായാൽ അതിനെന്ത് ചെയ്യുക? ഒരു സംതൃപ്തിയുള്ള ഒരു അനുഭവം കൊടുക്കുന്നതിനാണ് പോസിറ്റീവ് പ്രബലനം എന്ന് പറയാം. അതേസമയത്ത് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അസുഖകരമായ ചോദകം നീക്കം ചെയ്ത് പ്രതികരണ സാധ്യത വർദ്ധിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഏതായാലും ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. താങ്ക്